കഴിച്ചും കൂടെ കാണിച്ചു തരാവേ. യമ്മിയാണ്. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളൊന്ന് അറിയിക്കണേ ഗായ്സ്. ഞാനിത്ര കൊതിയോടെ കഴിച്ച ഫുഡ് എന്താണെന്നല്ലേ ആലോചിക്കുന്നത്. ഇത് നമ്മുടെ ഇറ്റാലിയൻ ലസാനിയാണ്. നല്ല ടേസ്റ്റാണ്. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം ബാക്കി ഞാൻ സൈഡിൽ കൊടുത്തിട്ടുള്ള സവാള അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ബാക്കി നമുക്ക് പൊടി ഐറ്റംസൊക്കെ യൂസ് ചെയ്യാം. വേറൊന്നുമില്ല, പെപ്പർ പൗഡറും നമ്മുടെ ഹെർബ്സും പിന്നെ ഒരു ഇത്തിരി മുളക് പൊടിയും മാത്രം യൂസ് ചെയ്താൽ മതി. വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട. പിന്നെ ടൊമാറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സിയിലടിച്ച് ഒഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കെച്ചപ്പാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കെച്ചപ്പാണെങ്കിൽ ഒരു 3 ടീസ്പൂണോളം എടുത്താൽ മതി. അങ്ങനെ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി നല്ലതുപോലെ അരച്ച് വെച്ചേക്കുന്ന ചിക്കനാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുത്താലും മതി. അതും കൂടിയിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയായി കിട്ടും. അതുകൊണ്ട് ഇതാണ് കൺസിസ്റ്റൻസി. അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ബാക്കി വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതൊരു മിക്ക എല്ലാവർക്കും അറിയായിരിക്കും. വൈറ്റ് സോസിന് ഒരു ബട്ടർ 3 ടീസ്പൂൺ എടുത്താൽ മതി. എനിക്ക് ബട്ടർ പെട്ടെന്ന് തീർക്കേണ്ട ഒരാവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ മൈദയും ഒരു 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ പാൽ ഒരു 2.25 കപ്പും എടുത്തിട്ടുണ്ട്. അതും പാലില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൽപ്പൊടി ആയാലും കലക്കി യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരു ടേസ്റ്റ് വ്യത്യാസവും വരുന്നില്ല. അങ്ങനെ പിന്നെ അതിലേക്ക് ബാക്കി ബ്ലാക്ക് പെപ്പറും പിന്നെ ഹെർബ്സും ഇച്ചിരി സാൾട്ടും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് തന്നെ ഒന്ന് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഒന്ന് മിക്സ് ചെയ്യുമ്പം തന്നെ നമ്മുടെ വൈറ്റ് സോസും റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് നേരെ ഫില്ലിങ്ങിൽ പോവാം. ലസാനിയ ഷീറ്റ്സ് കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതുപോലെ സമൂസ ഷീറ്റ് എടുത്താൽ മതിയേ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ വേണ്ട സമൂസ ഷീറ്റ്. ലസാനിയ ഷീറ്റിനാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ കട്ടി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സമൂസ ഷീറ്റ് ഒരു 2 ലെയറാക്കി നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഓരോ ബ്രാൻഡിനും ഓരോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഞാൻ കൂടുതലും സ്വിറ്റ്സാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ താണ്ട് നല്ല കട്ടിക്ക് താഴെ ബോട്ടമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ചിക്കൻ ഫില്ലിങ്ങില്ലേ അതിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ താഴെ ബോട്ടമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് മുകളിൽ ചീസ് കൂടുതൽ വേണ്ടുന്നവർക്കാണെങ്കിൽ ഒരിത്തിരി ചീസും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് കുറവാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വൈറ്റ് സോസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരിത്തിരി മസാല ചീസ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ നമുക്ക് ഷീറ്റ് വെച്ച് കൊടുക്കണം. ഇതും ഒരു 2 ലെയറാക്കി വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അത്രയും ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ പോലെ അങ്ങ് ആയിപ്പോത്തില്ലേ വേവുമ്പോഴത്തേക്ക്. അങ്ങനെ താണ്ടേ വീണ്ടും 2 ഇതായിട്ട് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. താഴെ ബോട്ടമിൽ ഞാൻ കൂടുതൽ ഇട്ടതുകൊണ്ട് എൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് എനിക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ ബാക്കി നിങ്ങൾ ഇടുമ്പോൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് അതിന് മുകളിലായിട്ട് നാട്ടെ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിന് മുകളിൽ മസാല ചീസ് നല്ല വൃത്തിക്ക് വാരിയിട്ടേക്കണം. അതിൽ ഒരു ദാക്ഷിണ്യം പ്രതീക്ഷിക്കരുത്. നല്ല വൃത്തിക്കിട്ടാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്ത പാത്രം എന്ന് വെച്ചാൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. അല്ലാതെ ഗ്ലാസ് പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഗ്ലാസ് ടൈപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. അങ്ങനെ എന്നിട്ട് ദാണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അത് കട്ട് ചെയ്തെടുക്കും. നമ്മുടെ പിസ്സയൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ചീസി ആയിട്ട് വലിഞ്ഞ് വരത്തില്ലേ, അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.